ഒരു പ്രബോധകന്റെ മനോഭാവം അത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായിരിക്കണം. അഥവാ അവൻ പ്രബോധനം ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസത്തിലേക്കായിരിക്കണം. പ്രബോധനം എന്നതുതന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രകാശത്തെ സന്നിവേശിപ്പിക്കാൻ സാധ്യമാവുക എന്നതാണ്. ആ സന്നിവേശിപ്പിക്കൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശമാകണം. അഥവാ അവൻ്റെ വിശ്വാസം ശരിയായിരിക്കണം. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലേക്കാണ് ഓരോ പ്രബോധകന്മാരും പ്രബോധിത സമൂഹത്തെ നയിക്കേണ്ടത്. അവർക്കാണ്, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ കൽപ്പനയുമുള്ളത്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ എത്ര വലിയ പർവ്വത സമാനം അമലുകൾ ചെയ്താലും വഹുവ മുഅ്മിനുൻ, അവൻ യഥാർത്ഥ മുഅ്മിനായിരിക്കണം. അവന്റെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമായിരിക്കണം. വക്രീകരണങ്ങളില്ലാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസമായിരിക്കണം അവനുണ്ടാവേണ്ടത്. നമ്മളൊക്കെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പരിശുദ്ധ ഇസ്ലാമിലേക്ക് വളരെ തന്ത്രത്തോടുകൂടെയും സതുപദേശത്തോടുകൂടെയുമാണ് ക്ഷണിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണത്? യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ള ക്ഷണമാണ്. ഒരുപക്ഷെ ഈ ആയത്തോതിയിട്ടായിരിക്കും പലരും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന വൈയക്തികമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ ഈ ആയത്താണ് പാരായണം ചെയ്യുക. ഇവിടെ ഒരു പ്രബോധകനോടുള്ള കൽപ്പന എന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അത് എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? യഥാർത്ഥ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളെ ബലികടിക്കുന്ന വിട്ടുവീഴ്ചകളല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. യഥാർത്ഥ മാർഗത്തിലേക്കാണ് അവർ ക്ഷണിക്കേണ്ടത്. അവർക്കാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയമുള്ളത്. അതിനവന്റെ വിശ്വാസം ശരിയായിരിക്കണം. വിശ്വാസം ശരിയായിരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. നമ്മളൊക്കെ പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ അടിവരയിട്ട് പറയാറുള്ളത്, ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിനു കാവൽ എന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. തഴവ ഉസ്താദിന്റെ ബൈത്തിൽ കാണാം, സയ്യിദുനാ ഉസ്മാനു ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണ് എപ്പോഴും ഇതു കണ്ട്, വിലപിക്കുവാൻ യാ സയ്യിദീ വിറ കൊണ്ട്. നരകത്തെയോർത്താൽ പോലുമില്ലിതു തങ്ങളിൽ, അതിലുപരിയാണേ ഖബറു കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴിയാദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ. ഉമ്മത്തെ സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖബറു കണ്ടാൽ കരയാറുണ്ട്. അവിടുത്തെ അനുചരന്മാർ ചോദിക്കുകയാണ്, അവിടുന്ന് നരകത്തെക്കുറിച്ച് പറഞ്ഞാലില്ലാത്ത വിധം ഖബറ് കാണുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പ്രയാസം, വല്ലാത്ത സങ്കടം അണപൊട്ടി ഒഴുകുന്നുണ്ടല്ലോ, എന്താണ് ഖബർ കാണുമ്പോഴുള്ള പ്രശ്നം? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോക യാത്രക്കുള്ള ഒന്നാമത്തെ വഴിയാണ് ഖബർ. ഒരാൾ ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസറു മിൻ, ബാക്കിയുള്ളതൊക്കെ അവന് എളുപ്പമാണ്. ഖബറിൽ ഒരാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവന് പ്രയാസമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാന്മാരായ ഇമാമുമാർ വിശദീകരിക്കുകയാണ്, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് രണ്ട് രൂപത്തിലുള്ള ഹിസാബുണ്ട്. ഒന്ന് ഖബറിലുള്ള ഹിസാബാണ്, രണ്ട് മഹ്ശറിലുള്ള ഹിസാബാണ്. ഖബറിലുള്ള ഹിസാബ്, ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം. മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്ന് അവനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നു. അതവന്റെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, അതിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസറു മിൻ, ബാക്കിയുള്ളതൊക്കെ അവന് എളുപ്പമാണ്. ഖബറിൽ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിശ്വാസം അടിസ്ഥാനമാണ്, കർമ്മങ്ങൾ അതിന്റെ ഫർആണ്, അതിന്റെ ശാഖയാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്കാണ് സൂചന നൽകിയത്. ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. എങ്ങനെ? അവൻ യഥാർത്ഥ വിശ്വാസിയാകണം. ആ വിശ്വാസമാണ് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നരകത്തെയോർത്താൽ പോലും ഇല്ലാത്ത വിധം ഖബർ കണ്ടിട്ട് ഉസ്മാൻ എന്ന ഖലീഫത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പടഞ്ഞത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഉത്ഭൂതമായിരിക്കണം, പടുത്തുയർത്തപ്പെട്ടതായിരിക്കണം.
പരിപാലിക്കണം, അതിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ നിർവഹിക്കുന്നത്. ആ ഒരു നൂറ്റാണ്ടുകാലത്തിന്റെ പ്രയാണത്തിലെ വലിയ ഒരു നാഴികക്കല്ലിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് പ്രബോധനം എന്നത് ഒരുപക്ഷെ ഈ യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ ഉണ്ടാകും. ആരോപണങ്ങളെ വകഞ്ഞു മാറ്റി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അകക്കാമ്പിനെ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധ്യമാവുമ്പോഴാണ് ഈ പ്രബോധനം സാർത്ഥമാകുന്നത്. അങ്ങനെയാണ് മുൻഗാമികൾ പരിശുദ്ധ ദീനിന്റെ പ്രബോധന സപര്യയിൽ ഏർപ്പെട്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലല്ലേ മുസൈലമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനോട് ശക്തമായ യുദ്ധത്തിന് ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകിയത്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു പ്രവാചകനായിട്ട് ഉദയം ചെയ്തു മുസൈലിമത്തുൽ കദ്ദാബ്. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ പ്രതിസന്ധി വല്ലാതെ പ്രതിസന്ധി കൂടി വന്നു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ എന്തേ ചെയ്തത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിലപാടെടുക്കുകയാണ്, ഏതായാലും മൂപ്പരും ഒരു പ്രവാചകനാണല്ലോ, അപ്പൊ കുറച്ച് മൂപ്പര് നടത്തട്ടെ, ബാക്കിയുള്ളത് നമുക്ക് നടത്താം. അതാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്ന വിട്ടുവീഴ്ച. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ചക്രവർത്തിക്ക് ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്യാതെ സുഖസുന്ദരമായി ഭരണം നടത്താമെന്നതിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. പക്ഷേ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ചക്രവർത്തി ഖലീഫത്തു റസൂലില്ലാഹി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ച ദൗത്യം നിങ്ങൾ നോക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതാണ്. ഈ ഉമ്മത്ത് അനുഭവിച്ച, ഇനി അനുഭവിക്കാനിരിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധികളെ വെച്ചാലും മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി ഈ ഉമ്മത്ത് ഒരു കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നത്. ഇനി മുതൽ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ഇനി മുതൽ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് വളരെ എളുപ്പം എന്തായിരുന്നു? ഇന്ന് അവരോടൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം എന്ന് പറയാമായിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. തൽക്കാലം സക്കാത്ത് നിഷേധികളല്ലേ, ഓലൊരു ഭാഗത്തു കൂടി അങ്ങനെ പോകട്ടെ, നമുക്ക് അവരെയും സുഖിപ്പിക്കാം, എല്ലാവരെയും സുഖിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാമായിരുന്നു. അതായിരുന്നു എളുപ്പം. കാരണം പ്രതിസന്ധിയുടെ തീച്ചൂളയിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ഈ ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ പർവ്വത സമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു നിലപാടാണ് സ്വീകരിച്ചത്? അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്. ഓരോ പ്രബോധകന്റെയും ഉത്തരവാദിത്തത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടുകയാണ്. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിസ്കാരമൊക്കെ നിർവഹിച്ചോളാം, സക്കാത്ത് ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞ് സക്കാത്ത് നിഷേധികളായിട്ട് കടന്നു വരുന്ന ആളുകൾക്കെതിരെ ശക്തമായി ഞാൻ പോരടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോ സ്വഹാബത്തിനിടയിൽ വല്ലാത്ത ആസ്വാരസ്യം ഉണ്ടായി. കാരണം വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ലോകം മുഴുവൻ മദീനയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇനി ഇസ്ലാമിന്റെ അവസ്ഥ എന്താകും, ഇനി മുസ്ലിമീങ്ങളുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു ധീരമായ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ സ്വഹാബത്തിനിടയിലെ ചർച്ചയുടെ പരിണിത ഫലമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അവർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞയക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് മയപ്പെടുത്തി സംസാരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് തൽക്കാലം നിങ്ങളൊന്ന് പിന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ എന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി എന്താ പറഞ്ഞത്? ഞാൻ ഇന്നത് അത്ര അങ്ങോട്ട് ആലോചിച്ചില്ല, എത്ര വലിയൊരു പ്രശ്നം ഉണ്ട് എന്ന് അത്ര എന്റെ മനസ്സിലേക്ക് വന്നില്ല, എന്നായിക്കോട്ടെ ഞാൻ തൽക്കാലം വിട്ടുകൊടുക്ക എന്നല്ല പറഞ്ഞത്. ഉമർ എന്ന ഖലീഫയുടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന ബഹുമാനപ്പെട്ടവരുടെ കോളറിന് പിടിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അജബ്ബാറും ഫിൽ ജാഹിലിയത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം. ഉമർ എന്നവരെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വല്ലാത്ത ധീരനായിരുന്നു, വിജിഗേഷുവായിരുന്നു, ധീരനായിരുന്നു. നിങ്ങൾ എന്തേ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളുടെ ധൈര്യം ചോർന്നുപോയോ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മടക്കി അയക്കുകയാണ്. ധീരമായ പ്രഖ്യാപനം അടിവരയിട്ടാണ് ഇട്ട് പ്രഖ്യാപിക്കുകയാണ്. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്.
അതാണ് യഥാർത്ഥത്തിലുള്ള പ്രബോധകന്റെ ദൗത്യം. പ്രതിസന്ധി വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പരിഹാസങ്ങൾ വരും, ആരോപണങ്ങൾ വരും, അനാവശ്യമായ പ്രചണ്ഡ പ്രചരണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുമെന്നതിന്റെ പേരിൽ പരിശുദ്ധമായ ആദർശത്തിന് ബലികടിക്കാൻ തയ്യാറാവാതെ ധീരമായി മുന്നോട്ട് പോവുക എന്ന പാഠമാണ് യഥാർത്ഥ പ്രബോധകൻ ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ രൂപമാണ് കാണിച്ചു തന്നത്. പിന്നീട് നിങ്ങൾ നോക്കണം, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണസാരഥ്യം തിരിക്കുന്ന കാലഘട്ടത്തിൽ ചില ആളുകൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ചില ആളുകൾ, കഅന്നഹും ഫല്ലലു ഉമർ അലാ അബീ ബക്കറിൻ സിദ്ദീഖ്, അവർക്കിടയിൽ ഒരു ചർച്ച, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ ഉഷാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ എന്തുകൊണ്ടും ഉഷാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് വളരെ കുറഞ്ഞ കാലയളവ് മാത്രമാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം ഭരണം നടത്തുകയും അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾക്കിടയിൽ പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള റോമാ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഭരണാധികാരിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ പരത്തിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് എന്തുകൊണ്ടും ഉഷാർ എന്ന് ആളുകൾക്കിടയിൽ ചർച്ച വരുന്നു. ആ ചർച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതിനെ തിരുത്തി പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു രാത്രിയും ഒരു പകലുമുണ്ട്, എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും അങ്ങോട്ടെത്തൂല. ഉമർ എന്നവർ പറയാണ്, ഒരുപക്ഷെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ ഭരണം കൈകാര്യം ചെയ്യാൻ കാലയളവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു രാത്രിയും ഒരു പകലുമുണ്ട്, എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും അങ്ങോട്ടെത്തൂല. ഏതാണ് ആ രാവും പകലും? ഏതാണ്? ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ ഗുഹയിൽ മുത്തുനബിക്ക് സംരക്ഷണം തീർത്ത മഹബ്ബത്തിന്റെ രാത്രിയാണ്. فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرمي مولاي على حبيبك خير الخلق كلهم. ഒരു രാത്രി അതാണ്. പിന്നെ പകലേതാണ്? സക്കാത്ത് നിഷേധികളായി പരിശുദ്ധ ഇസ്ലാമിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നപ്പോ അവർക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച ആ പകൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പകലിനോട് കിടപിടിക്കാൻ സാധ്യമല്ല എന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ചക്രവർത്തി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പാഠം ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി, അഥവാ ഇന്ന് നമ്മൾ പല വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ അറിയാതെ പരിതപിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ 15 നൂറ്റാണ്ട് കാലത്തെ പ്രയാണപഥത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരൊന്നും അനുഭവിച്ച പ്രതിസന്ധിയുടെ 100-ൽ 1 പോലും ഇന്ന് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അവരെത്ര വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ദീനിനെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തത്. അവർ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്, ഭരണാധികാരികളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനു പകരം ഈ ആദർശത്തെ ആണുകിയുടെ വ്യതിചലിക്കാതെ ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. ആ വിശ്വാസത്തിലേക്കാണ്, യഥാർത്ഥത്തിലുള്ള സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ്, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ബിയദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന് ഇങ്ങനെ ഒരു വര വരച്ചു കാണിച്ചു. ആ വരയുടെ ആ വരയുടെ 2 ഭാഗത്തേക്കും വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഇടതു വലതു ഭാഗങ്ങളിലേക്ക് വ്യത്യസ്തമായ രൂപത്തിൽ വരകൾ വരക്കുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 2 ദിശകളിലേക്ക് തെറ്റിപ്പോയ ഈ വരകൾ, അഥവാ നടുവിൽ വരച്ച യഥാർത്ഥ വരകളിൽ നിന്ന് മാർഗഭ്രംശം പോയ ഈ 2 ഭാഗങ്ങളിലേക്ക് ചിതറിത്തെറിച്ച ഈ വരകൾ, അവകളിലൊക്കെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുകയാണ്, ആ നടുവിൽ വരച്ച വരയുണ്ടല്ലോ, അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുൽ,
രണ്ട് ഭാഗങ്ങളിലേക്ക്, രണ്ട് പാർശ്വങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയ ആ മാർഗങ്ങളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ വഴിപിഴപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതുതന്നെയാണ് സിറാത്തുൽ മുസ്തഖീം അഥവാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന നമ്മൾ 5 നേരം 17 തവണ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴി, യഥാർത്ഥ വഴി, അല്ലാഹുവിലേക്ക് നടന്നെടുക്കാനുള്ള മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന യഥാർത്ഥ വഴി. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് നമ്മൾ ഈ ഉമ്മത്തിനെ ക്ഷണിക്കേണ്ടത്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന 10,000-കണക്കിന് ദാഇമാരുടെ യഥാർത്ഥത്തിലുള്ള ശ്രദ്ധയുണ്ടാവേണ്ടത് ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കാനാണ്. അതല്ലാതെ വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന സാമ്പാറുകളിലേക്ക് ക്ഷണിക്കാനല്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം അത് ഒരു വ്യത്യാസവുമില്ലാതെ അണുകിട വ്യതിചലിക്കാതെ ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? അത് അല്ലാഹുവിന്റെ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് വരച്ചു കാണിച്ച് ജീവിച്ചു കാണിച്ചു തന്ന മാർഗമാണ്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാർ കാണിച്ചു തന്ന, സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന മാർഗമാണ്. ആ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിക്കേണ്ടതും. ആ മാർഗമാണ് യഥാർത്ഥ മാർഗമെന്ന് നമ്മുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ചതിനു ശേഷമാണ് ഈ ഉമ്മത്തിലേക്ക് നമ്മളത് സന്നിവേശിപ്പിക്കേണ്ടത്. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിനെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ അറിയൂലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദതുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ മഹാരഥന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഫയൽ വാങ്ങാൻ പോയ ആളുകൾ അടിയന്തരമായിട്ട് അവരുടെ സീറ്റുകളിലേക്ക് തിരിച്ചു വരണം. ഫയൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു തരുമെന്ന് ക്യാമ്പ് അമീർ നിങ്ങളെ അറിയിക്കുന്നു. ശ്രദ്ധിക്കുക. ഫയൽ വാങ്ങാൻ വേണ്ടി അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയ ആളുകൾ അടിയന്തരമായി അവരുടെ സീറ്റുകളിൽ വന്നിരിക്കണം. നിങ്ങൾക്കുള്ള ഫയലുകൾ നിങ്ങളുടെ കൈകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തിച്ചു തരുമെന്ന് ക്യാമ്പ് അമീറിന് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവിടെ നിന്ന് സജീവമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് മുൻഗാമികളായ മഹാരഥന്മാരുടെ ചരിത്രമാണ്. ആ സ്വാലിഹീങ്ങളുടെ ചരിത്രമാണ്. മഹാന്മാരുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിത്രം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് മഹാരഥന്മാരുടെ, ഒരുപാട് ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നത് പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് മഹാന്മാരെ പഠിക്കുക എന്നത്. ഖുർആൻ കേവലം ഒരു ചരിത്ര ഗ്രന്ഥമല്ല. എന്നിരുന്നിട്ട് പോലും വിശുദ്ധമായ ഖുർആനിൽ എത്രയോ മഹാന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. പല ചരിത്രവും പറഞ്ഞെടുത്ത് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഈ ചരിത്രത്തെ പറഞ്ഞത് കേവലം ഒരു ചരിത്രം കേട്ട് കർണപടങ്ങളിൽ ആനന്ദം ഉണ്ടാക്കാനല്ല, മറിച്ച് ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. മുൻഗാമികളായ മഹാരഥന്മാരുടെ ചരിത്രത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദതുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് മാർഗദർശനമാണത്, അവർക്കുള്ള ഉപദേശമാണ്, പാഠമാണ് മുൻഗാമികളുടെ ജീവിതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, സ്വഹാബാക്കളുടെ മാർഗം, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ ഇഹ്സാനോടുകൂടെ പിൻപറ്റിയവരുടെ മാർഗം. നിങ്ങൾ നോക്കണം, ഇവിടെയൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മെ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്, നമ്മളിൽ ഉണ്ടാവേണ്ടത് മഹാന്മാർ കാണിച്ചു തന്ന മാർഗമാണ്, മഹാന്മാരുടെ മാർഗമാണ്. വിശ്വാസപരമായി അശ്അരി മാതുരിദി സരണികളെ അനുധാവനം ചെയ്യുന്നവരാണോ നമ്മൾ? ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ
يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبون أذلة على المؤمنين أعزة على الكافرين എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചൂണ്ടിയിട്ട് ഈ ആയത്തിനെ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന അല്ലാഹു ഇങ്ങോട്ട് മഹബ്ബത്ത് വെക്കുന്ന ഒരു വിഭാഗമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ വഅശാറ ഇലാ അബീ മൂസൽ അശ്അരി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചൂണ്ടിയിട്ട് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹും ഖൗമു ഹാദാ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ഇവിടെ വരാനിരിക്കുന്ന സമൂഹത്തെ കുറിച്ചാണ് അങ്ങനെ സൂചിപ്പിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കർമ്മപരമായി 4 മദ്ഹബുകൾ ഷാഫിഈ മദ്ഹബുണ്ട്, ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും ഉണ്ട്. അതിൽ നമ്മൾ അനുധാവനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തിയതാണ് ലാ തസുബ്ബു ഖുറൈശൻ ഫഇന്ന ആലിമഹാ യംലഉൽ അർള ഇൽമൻ. ഈ ഭൂമിയുടെ ദിഗന്ധങ്ങളെ വിജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരത്തെ ദിശ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരുടെ വഴികൾ അനുധാവനം ചെയ്ത് മഹാന്മാരെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് അതാണ് പരിശുദ്ധ ദീനിന്റെ അസ്ല്. നിങ്ങൾ നോക്കണം, മഹാന്മാരെ മഹബ്ബത്ത് വെക്കുക അഥവാ ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് ആത്മീയത ഉണ്ടാക്കി കൊടുക്കുക. പ്രബോധനത്തിന്റെ യഥാർത്ഥ വഴി ആത്മീയതയുടെ വഴിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് മഹബ്ബത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി. പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അങ്ങടർന്നു മാറി മുർത്തദ്ദായിട്ട് പോയാൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, ഒരു വിഭാഗത്തെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവരും. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബൂനഹു വയുഹിബ്ബുഹും വയുഹിബ്ബൂന. അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹു ഇങ്ങോട്ട് മഹബ്ബത്ത് വെക്കുന്ന മഹബ്ബത്തുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മഹബ്ബത്ത് കൊണ്ടാണ് മുൻഗാമികളൊക്കെ രക്ഷപ്പെട്ട ചരിത്രം നമുക്കുണ്ടല്ലോ. നമ്മളൊക്കെ സുപരിചിതമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു മത്തസാഅത്തു യാ റസൂലല്ലാഹ്, എന്നാണ് നബിയെ ഖിയാമത്ത് നാളെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് മാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാളിന് എന്താണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ മറുപടി പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടില്ല, പക്ഷേ ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യകർത്താവിന് മറുപടി കൊടുക്കുകയാണ് അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ മഹബ്ബത്ത് വെച്ചോ അവരോട് കൂടെ ഉണ്ടാകും. ആ ഹദീസിന്റെ തുടർഭാഗങ്ങളിൽ കാണാം അല്ലാഹുവിന്റെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മഹാനാണ് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാണ് ഫമാ ഫറഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണോ മഹബ്ബത്ത് വെക്കുന്നത് അവരോട് കൂടെയാണ് നാളെ നിങ്ങൾ ഉണ്ടാവുക എന്ന ആ ഒരു വാക്യം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഞങ്ങൾ കടന്നു വന്നതിന് ശേഷം ഇത്ര മനോഹരമായ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കിയ മറ്റൊരു വാക്കു ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വലിയ പാഠം പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന മഹാനല്ലേ, മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനല്ലേ, ആ അനസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ് ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവിടെ വെച്ച് നിർത്തിയില്ല. വ ഇന്നി ഉഹിബ്ബു അബൂബക്കറിൻ വ ഉമറ, ഞാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ഇഷ്ടപ്പെടുന്നു. ഫഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിമാ, അവരൊക്കെ പ്രവർത്തിച്ചതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിലും ആ മഹാന്മാരോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞാൻ എനിക്ക് സ്വർഗ്ഗത്തെ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആ മഹബ്ബത്താണ് നമ്മുടെ ഈമാനിന്റെ അടിത്തറ. ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കണോ, ഹൃദയത്തിൽ മഹബ്ബത്ത് ഉണ്ടാകണമെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല ഈമാനിന്റെ ഏറ്റവും നല്ല റോൾ മോഡലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, നിങ്ങൾ ലോകത്തുള്ള കോടാനക്കോടി വരുന്ന മുഅ്മിനീങ്ങളുടെ
ഈമാൻ. ഒരു തുലാസിന്റെ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ആ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനു കനം തൂങ്ങുമെന്ന് പഠിപ്പിച്ച, സ്വർഗ്ഗത്തിലെ 8 കവാടങ്ങളും മാടി വിളിക്കുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പ്രത്യേകത എന്താണ്? വലാകിൻ മാ സബഖഹും അബൂബക്കർ ബികസുറത്തി സ്വലാത്തിൻ ബികസുറത്തി സിയാമിൻ വലാ സ്വലാത്തിൻ വലാകിൻ ബിശൈഇൻ ഉഖിറ ഫീ ഖൽബിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആദരവും തഅദീമുമാണ് അവിടുത്തെ ഈമാനിന്റെ കനം എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ മഹബത്ത് വെച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധം, വാക്കുകളെ കൊണ്ട് കോറിയിടാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അവാജ്യമായ മഹബത്തിനെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് മുസ്ലിമാകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം, അഥവാ ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയായിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമ്പോഴും അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് മുസ്ലിം അല്ലല്ലോ എന്ന വല്ലാത്ത വേദന ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ്, പ്രായം കഴിഞ്ഞ്, തലയും താടിയും ഒക്കെ നരച്ച്, കണ്ണിന്റെ പുരികം പോലും നരച്ച് അങ്ങേയറ്റം പ്രായമായപ്പോഴാണ് മഹാനായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഫലമ്മാ മദ്ദ യദഹു ലിയുബായിഅഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ആ കരം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, കലിമത്തു ഷഹാദയുടെ വചനം ഉച്ചരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. നോക്കണം, ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, എന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ കരഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേറെ ആഗ്രഹിച്ച ഒരു വലിയ കാര്യത്തിന്റെ സാക്ഷാത്കാരം, സാഫല്യമാണല്ലോ ഇവിടെ ഉണ്ടായത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ മുസ്ലിം ആയിരിക്കുന്നു, പിന്നെന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ കരഞ്ഞത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മറുപടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ദാഇമാരെ, നമ്മുടെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ പതിയേണ്ട ആപ്തവാക്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ചക്രവർത്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മറുപടി എന്താണെന്നായിരുന്നു അറിയോ? ബഹുമാനപ്പെട്ട നബി തങ്ങളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് പരസ്യമായി ഇതുപോലെ മുസ്ലിമാകണമെന്ന് അങ്ങ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നല്ലോ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ അങ്ങയുടെ കരം പിടിച്ച് പരിശുദ്ധ കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാമിന്റെ ശാദ്വര തീരത്തേക്ക് കടന്നു വന്നപ്പോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷം എനിക്കുണ്ടായി മുത്തുനബിയെ. ആ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, അബൂ ത്വാലിബ് എങ്ങാനും ഇതുപോലെ പരസ്യമായി അങ്ങയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയുടെ വചനം ഉച്ചരിച്ചുവെങ്കിൽ പുണ്യ നബിയെ, അങ്ങേക്ക് എത്ര വലിയ സന്തോഷമാകുമായിരുന്നു. ഒരു നിമിഷം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്, അങ്ങേക്ക് കിട്ടാത്ത ഒരു സന്തോഷം എന്റെ ഖൽബിലേക്ക് കടന്നു വന്നപ്പോ എന്റെ സന്തോഷം സങ്കടമായി യാ റസൂലല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, ലോകത്ത് സ്നേഹത്തിന് മാതൃക കാണിച്ച ഇത്ര വലിയ ഒരു സംഭവം വേറെ മറ്റൊന്നും രേഖപ്പെടുത്താൻ കഴിയൂല. അള്ളാഹുവിന്റെ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദയബന്ധമായിരുന്നു, മഹബ്ബത്തായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പ്രഭ വർദ്ധിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമ്മളിലേക്കും ആ മാതൃകയാണ് ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇതുതന്നെയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജുമുഅ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവർ ഖുതുബയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രം ധരിച്ച്, ഖലീഫയാണ്, ഖുതുബക്ക് നേതൃത്വം നൽകണം, ജുമുഅക്ക് നേതൃത്വം നൽകണം. അവർ പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ആ പാത്തിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർധാവിലേക്ക് അന്ന് വാങ്ങിയ ആടിന്റെ മാംസം കഴുകിയ രക്തം കലർന്ന വെള്ളം വീഴുകയാണ്. നിങ്ങൾ നോക്കണം, ഒരു ഖതീബ് ഖുതുബയോദാൻ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മിമ്പറിലേക്ക് നടന്നു പോകുമ്പോഴാണ് മാലിന്യം അവിടുത്തെ ശരീരത്തിലേക്ക് വീഴുന്നത്, നജസ് അവിടുത്തെ ശരീരത്തിലേക്ക് വീഴുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാത്തി അവിടെ നിന്ന് വലിച്ചിടാൻ കൽപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ജുമുഅക്ക് നേതൃത്വം നൽകാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മടങ്ങി വരികയാണ്. ജുമുഅ നിർവഹിക്കുകയാണ്, ഖുതുബ നിർവഹിക്കുകയാണ്. എല്ലാം കഴിഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ
പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് മദീന പള്ളിയോട് ചേർത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ എന്നവർ മദീന പള്ളിയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് ജുമുഅക്ക് നേതൃത്വം നൽകി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ ആൾക്കൂട്ടമുണ്ട്. അവർ ചോദിക്കുകയാണ്, ആരാണ് എന്റെ വീടിന്റെ മുകളിലെ പാത്തിയെ നശിപ്പിച്ചു കളഞ്ഞത്? ആളുകൾ പറഞ്ഞു, അത് ഉമർ എന്നവരാണ്. ഉമർ എന്നവർ ഖലീഫയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടന്നു വരുമ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, യാ ഖലീഫത റസൂലില്ലാ, നിങ്ങൾ എന്തിനാണ് എന്റെ വീടിന്റെ മുകളിലെ പാത്തിയെ നശിപ്പിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്റെ വീടിന്റെ മുകളിലെ പാത്തിയെ നശിപ്പിച്ചത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, ആളുകൾ നടന്നു പോകുന്ന വഴിയിലേക്ക് നിങ്ങളുടെ വീടിന്റെ മാലിന്യം വീഴരുത് എന്ന് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ, അതെന്തേ കേൾക്കാതിരുന്നത് എന്ന് ഖലീഫ തിരിച്ചു ചോദിക്കുകയാണ്. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹൃദയം തുറന്നു നാം കേൾക്കേണ്ടത്. അവരെന്തുകൊണ്ട് ഈമാനിൽ രാജാക്കന്മാരായി എന്നതിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരമാണത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഖലീഫത റസൂലില്ലാ, ആ പാത്തി അവിടെ നിന്ന് മാറ്റണമെന്ന് അങ്ങയുടെ കൽപ്പനക്ക് ശിരസാവഹിച്ചുകൊണ്ട് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്റെ കൈ അതിന് അനുവദിക്കുന്നില്ല. കാരണം ആ പാത്തി അവിടെ സ്ഥാപിച്ചത് ബിയദി റസൂലില്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ കൈ കൊണ്ട് സ്ഥാപിച്ച പാത്തിയാണത്. അതെവിടുന്ന് മാറ്റാൻ എന്റെ കൈ അതിന് അനുവദിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ ഉമർ എന്ന ഖലീഫയുടെ ഖൽബ് പടയുകയാണ്. ഉമർ എന്നവർ പ്രഖ്യാപിക്കുകയാണ്, അബ്ബാസ് എന്നവരെ അതെന്റെ ഹബീബിന്റെ തിരുകരങ്ങളെ കൊണ്ട് സ്ഥാപിച്ചതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിതാ ഇവിടെ മുട്ടുകുത്തി നിൽക്കാം. എന്റെ തോളിൽ ചവിട്ടിയിട്ട് അത് അവിടെ തിരിച്ചു വെക്കണം. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ആരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ? അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിനെ ദിഗന്ധങ്ങളിൽ പ്രകാശിപ്പിച്ച മഹാൻ, സാമ്രാജ്യത്വങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രകാശിപ്പിച്ച മഹാൻ, അന്നത്തെ വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ കോട്ടകൊത്തലങ്ങളുടെ മുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ധ്വജം പാറിപ്പിച്ച മഹാൻ, ആ ഉമർ എന്ന ഖലീഫ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് സ്ഥാപിച്ച ഒരു പാത്തിയെ അറിയാതെ അവിടുന്ന് എടുത്തു മാറ്റിയതിന്റെ വിഷമം രേഖപ്പെടുത്തുകയാണ്. അബ്ബാസ് എന്നവരെ അറിയില്ലായിരുന്നു അതെന്റെ ഹബീബിന്റെ കൈകൊണ്ട് സ്ഥാപിച്ചതാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ മുട്ടുകുത്തി നിൽക്കാം. എന്റെ തോളിൽ ചവിട്ടി അതവിടെ തിരിച്ചു വെക്കണം. വേണ്ട ഖലീഫ, ഞാനത് ചെയ്തു കൊള്ളാം. ഇല്ല, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനിതാ മുട്ടുകുത്തി നിൽക്കുന്നു. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള റോമാ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ചക്രവർത്തി ചുട്ടുപടുത്ത മരുഭൂമിയുടെ മണലിൽ നട്ടുച്ചക്ക് മുട്ടുകുത്തി നിന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദയ വികാരം കൊണ്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, അവിടെയാണ് നമ്മുടെ ഈമാൻ ഉള്ളത്. ആ ഈമാനാണ് നമ്മൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. സമാനമായി നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന അവിടുന്ന് ജീവിച്ച മണ്ണാണ് പരിശുദ്ധ മക്കയും മദീനയും. ഇന്ന് നിങ്ങൾ നോക്ക്, അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ആസാറുകളുണ്ട്. ഹബീബിന്റെ കൈ കൊണ്ട് സ്ഥാപിച്ചതിനെ എടുത്തു മാറ്റിയപ്പോ കരളുപടഞ്ഞ ഉമർ എന്ന ഖലീഫയുടെ മാതൃകയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഹബീബ് ജീവിച്ച മണ്ണ്, ഹബീബ് ജീവിച്ച വീട് തകർത്തവർ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിനെ കൊള്ളയടിച്ചവർ ഇന്ന് നമ്മുടെ മലയാളത്തിൽ പോലും പലരും ലജ്ജയില്ലാതെ അദബില്ലാതെ പ്രസംഗിച്ചു നടന്നല്ലോ. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ, സൗദിയുടെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ, പിറ്റേ ദിവസം പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെ മുകളിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ ഖുബ്ബത്തുൻ ഖദിറാ, ലോകത്ത് നൂറുകണക്കിന് കോടിക്കണക്കിന് വരുന്ന മുസൽമാന്റെ ഈമാനിന്റെ ആവേശമായ ആ ഖുബ്ബത്തുൻ ഖദിറാ 2ാമത്തെ ദിവസം ബുൾഡോസർ ഉപയോഗിച്ച് ഞങ്ങൾ തകർത്ത് കളയുമെന്ന് കേരളത്തിലെ വഹാബികളാണ് പ്രസംഗിച്ചത്. എവിടെയാണ് അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുക? മഹബ്ബത്തില്ലാതെ, മുത്തുനബിയോട് ആദരവില്ലാതെ അവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക? വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവാണ്, മഹാന്മാരോടുള്ള ആദരവാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഖലീഫമാരോട് ആദരവുണ്ടാകണം. സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ സൃഷ്ടിക്കുന്ന സമയം അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഞാൻ എൻ്റെ ഖലീഫയെ നിശ്ചയിക്കുകയാണ്.
എന്റെ പ്രതിനിധിയെ. എന്തിനാ പ്രതിനിധി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിനെ ഈ ഭൂമി ലോകത്ത് വിശ്വാസികളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഖലീഫയെ ഈ ഭൂമിയിൽ ഞാൻ നിയോഗിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, അള്ളാഹുവേ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങളുണ്ടല്ലോ റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, പിന്നെന്തിനാണ് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുന്നത്? അള്ളാഹുവിന്റെ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് എനിക്കറിയാം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു, ആദം നബിയെ ഖലീഫയാക്കി. ഇനി ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഖിലാഫത്തിനെ ഭൂമി ലോകത്ത് നിർവഹിക്കപ്പെടണമെങ്കിൽ അവർക്കുണ്ടാവേണ്ട ഏറ്റവും പരമപ്രധാനമായ യോഗ്യത ഇൽമാണ്. ആ ഇൽമിനെ അല്ലാഹുവിന്റെ ഖലീഫക്ക് അല്ലാഹു നൽകി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാർ കൈകാര്യം ചെയ്ത ആ ഖിലാഫത്ത് ഇവിടെ നിർവഹിക്കുന്നത് ഉഖ്റവിയായ ഉലമാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. മുത്തുനബി മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, എന്റെ ഉമ്മത്തിലെ ഉലമാ അംബിയാ ബനു ഇസ്രായേലിലേക്ക് കടന്നു വന്ന നബിമാരെ പോലെയാണ്. അഥവാ ആ ഖിലാഫത്തിനെ ഇവിടെ നിർവഹിക്കുന്നത് ഉഖ്റവിയായ ഉലമാക്കളാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാർ, മദ്ഹബിന്റെ ഇമാമുമാർ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഖിലാഫത്തിന്റെ തുടർച്ചയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ അഭിമാന പ്രസ്ഥാനം, നമ്മുടെ ഹൃദയ വികാരം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിൽ മഹാനായ ഖുതുബുസ്സമാൻ ബഅലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന ഈ നൂറ്റാണ്ടിന്റെ നായകൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ, ഈ പ്രസ്ഥാനത്തെ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണേ എന്നത്. ആ ഖിലാഫത്തിന്റെ തുടർച്ച ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിർവഹിക്കപ്പെടണം. ആ നിർവഹണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെയാണ്, ഉഖ്റവിയായ ഉലമാഇന്റെ ഹൃദയങ്ങളിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അവരെ ആദരിക്കുക എന്നത് പരിശുദ്ധ ദീനാണ്. ആ ഖിലാഫത്തിന്റെ വാഹകരെ ആദരിക്കണമെന്നാണ് സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന കാലത്തു തന്നെ ഈ ഉമ്മത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത് എന്ന് മാത്രമല്ല, ആ ബഹുമാനത്തിനു ഭംഗം വന്നപ്പോഴാണ് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം ഫഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ആട്ടിയോടിച്ചു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ തൗബ സ്വീകരിക്കാത്ത വിധം ഇബ്ലീസ് അതപ്പതിച്ചു പോയത്. വളർന്നു വന്ന വലിയ മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ ആദരവിന്റെ ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. മഹാനായ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ, ഔലിയാക്കളുടെ നേതാവായി മാറിയത് ഈ ബഹുമാനം കൊണ്ടാണ് എന്ന് ചരിത്രം മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ ഹദീസിയയിൽ സമാനമായ ചരിത്രമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മോട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഈ സംഗമത്തിൽ സംഗമിക്കാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയാതെ വളരെ പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗം കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, ഷാഫിയായ റബ്ബേ, അവരുടെ രോഗങ്ങളെ നീ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ഇന്നിവിടെ നിൽക്കാൻ ഞങ്ങളെ പാകപ്പെടുത്തിയ പലരും മൺമറഞ്ഞു പോയി. എന്റെ അഭിവന്യരായ ഗുരുവര്യർ ലോകത്തോട് വിട പറഞ്ഞ് അതിന്റെ ഒരാണ്ടു തികയുന്ന സമയം കൂടിയാണ്. അള്ളാഹുവെ, അവർക്കും ഞങ്ങളുടെ എല്ലാ ആലിമീങ്ങൾക്കും മൺമറഞ്ഞു പോയവർക്കും ഈ പ്രസ്ഥാനത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മൺമറഞ്ഞു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസീകും ബിദുആ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.